ഡോക്ടർ ജി വി ഹരി മറുപടി പറഞ്ഞാൽ പെട്ടെന്ന് അസ്കറിലേക്ക് പോവാം. കാരണം അദ്ദേഹം വൈകിയാണെങ്കിൽ എത്തിയിരിക്കുന്നുണ്ട്, വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അസ്കറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ ജി വി ഹരി, നോക്കൂ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പ്രവർത്തകർ നന്ദി പറയുന്നത് രണ്ടു പേർക്കാണ്. ഒന്ന് ആര്യ രാജേന്ദ്രന്, അവരാണ് ഇത് മൊത്തത്തിൽ കുളമാക്കിയത്. അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ആര്യ രാജേന്ദ്രനോട് നന്ദി പറയുന്നു. രണ്ടാമത് നന്ദി പറയുന്നത് കെ മുരളീധരനോടാ. ശരിയല്ലേ അത്? അല്ല, ഇതിനകത്ത് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വരുന്ന വിശകലനങ്ങൾക്ക് അവസാനം ഇത് ബി ജെ പിക്ക് മാത്രമാണ് ഗുണകരമാണ് എന്നുള്ള ലൈനിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവർക്ക് മാത്രമാണ് വളർച്ച ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതൊന്നും പൊളിറ്റിക്കലല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ബി ജെ പിയുടെ ആളെന്ന നിലയിൽ അത് അദ്ദേഹം പറയുന്നത് എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളിൽ അത് തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി ഞാൻ പറയാം. പക്ഷേ ബാക്കി 6 നിന്ന് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കൂ. 5 ഇപ്പം 4 ഞങ്ങളാണ് ഭരിക്കുന്നത്. ഞങ്ങളവിടെ എല്ലാം വികസനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനത്ത് വർഷങ്ങളായിട്ട്, ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിനറിയാമല്ലോ, ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്താണ് ബി ജെ പി. അപ്പോൾ ബി ജെ പി ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നത് വലിയ അത്ഭുതമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത് ക്രമാതീതമായ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, അത് കറക്റ്റായിട്ടുള്ളൊരു ഗ്രോത്താണ്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ എന്നാൽ അവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. പ്രസാദ് പറഞ്ഞ പോലെ 2020 ബി ജെ പി അധികാരത്തിൽ എത്തേണ്ടതായിരുന്നു. അന്ന് നിങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി. അല്ല നോക്കൂ, CPM കോൺഗ്രസും ഞങ്ങള് ഈ രാജ്യത്ത് കാരണം ബി ജെ പിയെ ഒരു കാരണവശാലും അധികാരത്തിലെത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമായതല്ലേ. ഇപ്പോൾ മഞ്ചേശ്വരത്തെ ജയിച്ച മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിരുന്നു. ഞങ്ങളതിനകത്ത് നിഷേധിക്കുന്നില്ലെന്നേ, അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ ബി ജെ പി എതിർക്കുന്ന പാർട്ടിയല്ലേ. ഞങ്ങൾ ഇന്ന് രാജ്യത്ത് മുഴുവൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി അടക്കം രാജ്യത്ത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ ശരിയല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്ന, അതിനകത്ത് നിങ്ങൾ അധികാരത്തിൽ അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അതിൻ്റെ അർത്ഥം ഞങ്ങൾ CPM സഹായിക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നേമത്വം ചെയ്തു. നേമത്ത് താങ്കൾ പറഞ്ഞതിൽ വ്യത്യസ്തമായ അഭിപ്രായം എനിക്കുള്ളത്. നേമത്ത് ശ്രീ കെ മുരളീധരൻ വന്നിട്ടുള്ളത് CPM ജയിപ്പിക്കാനല്ല, ഞങ്ങൾ വിജയിക്കാനാണ്. അവിടെ ഞങ്ങൾ മത്സരിച്ചു, കടുത്ത മത്സരമായിരുന്നു, ത്രികോണ മത്സരം. സ്വാഭാവികമായി ഇപ്പോൾ തിരുവനന്തപുരം സംഭവിച്ച പോലെ ത്രികോണ മത്സരം ഉണ്ടായി. ത്രികോണ മത്സരത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. CPM വിജയിച്ചു, ശ്രീ ശിവൻകുട്ടി വിജയിച്ചു. BJPക്ക് ഞങ്ങളുടെ നേരിട്ടുള്ള ഞങ്ങൾ പറഞ്ഞല്ലോ രാജ്യം മുഴുവൻ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തിന് ജയിക്കാനായിരുന്നില്ലല്ലോ. BJP ജയിക്കരുത്. അല്ല അങ്ങനെയല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിജയിക്കുക, അല്ല അത് നിങ്ങളുടെ ഒരു വെർഷനാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഞങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വെർഷൻ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും മത്സരിക്കുന്നത് വേറൊരാൾ ജയിക്കാതിരിക്കാൻ എന്നാണ്. ഞങ്ങൾ വിജയിക്കുക, വേറൊരാളെ ജയിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അല്ലല്ല. അങ്ങനെ ഞങ്ങൾ വിജയിപ്പിക്കാനല്ല മതി, ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. ഇവിടെയും ഞങ്ങൾ ജയിക്കാൻ തന്നെയാണ് മത്സരിച്ചത്. അതുകൊണ്ടല്ലേ ആദ്യം ഇവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാരാ? തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ 42 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് BJP അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ, അത് അങ്ങനെയാണെങ്കിൽ പാലക്കാട് പറഞ്ഞു, എന്താ പാലക്കാട് വളരെ ഒരു തരത്തിലും BJP അല്ലെങ്കിൽ പരാജയം, ആൾക്ക് അടുത്ത് പോലും വരാൻ കഴിയാത്ത തരത്തിലല്ലേ BJP. 25 സീറ്റല്ലേ ഉള്ളൂ അവിടെ. ഞങ്ങൾ 17 സീറ്റിൽ 2-ാം സ്ഥാനത്ത് വന്നില്ല. ഇപ്പോൾ അവിടെ ഇപ്പോൾ 25 അവർക്ക് അവിടെ ഭൂരിപക്ഷമില്ല, ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. 17 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നുണ്ട്, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അത് സ്വാഭാവികമായ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. 4 സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ അധികാരത്തിലേക്ക് വരില്ലേ, 4 സ്ഥലത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് അത് കിട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്നർത്ഥത്തില്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, 50 കൊല്ലമായി കേരളത്തിൽ BJP ശ്രമിക്കുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് അവർക്ക് ഇത് കോർപ്പറേഷൻ കിട്ടിയതിൽ നിന്ന് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, വലിയ മാജിക് ഒന്നുമില്ല ഇതിനകത്ത്. പക്ഷെ ചെയ്യേണ്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടേണ്ടതാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് നോക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രാഷ്ട്രീയം നോക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ കാണുന്നു. ആ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം, CPM മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം, BJP മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഒരു സംശയം വേണ്ട. സാധാരണഗതിയിൽ അതിപ്പോൾ നേരത്തെ പ്രൊഫസർ അനിൽ പറഞ്ഞതിനകത്ത് ഞാൻ അതിനോട് യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്. നോക്കൂ, സാധാരണഗതിയിൽ ഇതൊന്നും അല്ല
ഉണ്ടാവുന്നത്. നമുക്കറിയാം, അനിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായ പ്രശ്നങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. പ്രാദേശിക പ്രശ്നങ്ങളെക്കാൾ മുകളിൽ കേരളത്തിൻ്റെ മൊത്തം സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായി. അത് പല കേസ് പറഞ്ഞു പല വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ശബരിമല വിഷയം ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിലക്കയറ്റം ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ വികസന മുരടിപ്പ് ചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായി അതിനൊരു പരിഹാരം നിലയിൽ, ഒരു ഓൾട്ടർനേറ്റീവ് നിലയിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളത് UDF-നെയാണ്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒരു സംശയമില്ല ഇപ്പോഴും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചിട്ടയായി തന്നെ ചെയ്തു പോകുന്നുണ്ട്, ഒരു സംശയമില്ല. പിന്നെ താങ്കൾ ചേർത്ത് എന്നോട് ചോദിച്ച ചോദ്യം, കേരളത്തിൽ സഹായിച്ചത് കെ മുരളീധരനല്ല. നമുക്ക് ഞങ്ങളാരെയും സഹായിക്കുന്നില്ല, ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി നിന്നാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വിജയിക്കാൻ സാധിച്ചില്ല, ഞങ്ങൾ ഇനിയും പരിശ്രമിക്കും. നമുക്ക് ഇത്തവണ 2ാം സ്ഥാനത്താണ്. അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ അധികാരത്തിൽ വരും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, ഇത്തവണ ശബരിനാഥനെ നിർത്തിയതുപോലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ വൈഷ്ണ, ഇപ്പം അനിലിനെ അറിയാവുന്ന കാര്യമാണ്, മുട്ടടയിൽ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, അംശു വാമദേവനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വൈഷ്ണ അവിടെ വന്നത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്തത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്ത രാഷ്ട്രീയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വോട്ട് ചോരി അങ്ങ് ചോദിച്ചല്ലോ, ശ്രീപത്മനാഭൻ ചോദിച്ചില്ലേ, ആ വോട്ട് ചോരി അതിനകത്ത് മറുപടി ഞാൻ പറഞ്ഞല്ലോ. ആ വോട്ട് ചോരി ഞങ്ങൾ കണ്ടെത്തി. വൈഷ്ണയുടെ കാര്യത്തിൽ കേരളത്തിൽ വോട്ട് ചോരി കണ്ടെത്തുകയും അതിനകത്ത് 22 പേര്, ഈ പരാതി കൊടുത്ത ആളിൻ്റെ വീട്ടിൽ 22 പേരുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. അതടക്കമാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത്. അപ്പോൾ അതടക്കം കണ്ടെത്തി രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് 353 വോട്ടിന് വൈഷ്ണവ് അവിടെ ജയിച്ചത്. രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് വർഗീയമായിട്ട് ആളുകൾ ചിന്തിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും UDF-നോടൊപ്പം ഇത്തവണ നിന്നു. അവർ രാഷ്ട്രീയം ചർച്ച ചെയ്തു. ഈ കേരളത്തിൻ്റെ വികസനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതത് സ്ഥലങ്ങളിൽ പ്രാദേശികമായ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് ഇപ്പോൾ ഭരിക്കുന്നത്.